പള്ളിക്കടിയിൽ ശിവലിംഗം തിരയരുത് എന്നാണ് RSSന്റെ സർസംഘചാലകനായിട്ടുള്ള മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പള്ളിക്കടിയിൽ എല്ലാ പള്ളിക്കടിയിലും BJPക്കാർ പോയി ശിവലിംഗം തിരയുകയാണ് എന്ന് കേരളത്തിലടക്കമുള്ള അടുപ്പുകൂട്ടി ചർച്ചക്കാർ പലതവണ BJPയെ കളിയാക്കാറുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള വിവാദങ്ങളും ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം, പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോഴും പ്രധാനപ്പെട്ട ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഭൂമി അത് വിട്ടിട്ട് ഞങ്ങൾ ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകണോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭൂമി വിട്ട് നമ്മൾ അന്യാധീനപ്പെട്ട് നിൽക്കണമോ എന്നൊക്കെ ഉള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അതായത് മതമൗലികവാദികളുടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പൗരത്വ ഭേദഗതി നിയമം വരുന്നതിന് മുമ്പ് തന്നെ പൗരത്വ ഭേദഗതി നിയമം യഥാർത്ഥത്തിൽ മറ്റുള്ള രാജ്യങ്ങളിൽ, അതായത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ തിരിച്ചെത്തിക്കാനുള്ള നിയമമാണ്. അതിന് ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ കാലാകാലങ്ങളായി വഖഫ് നിയമം എന്ന് പറഞ്ഞൊരു നിയമം ഇവിടെ നിലനിൽപ്പുണ്ട്. ഈ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ ഭൂമി തട്ടിപ്പറിച്ച് അവരെ അവരുടെ ഭൂമിയിൽ നിന്നും ഇറക്കി വിട്ട് നടുത്തെരുവിൽ നിർത്തുക, അവർക്കൊന്ന് കോടതിയിൽ പോലും പോകാനുള്ള ഒരു അനുവാദമില്ല എന്നുള്ളതാണ്. സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് മധ്യപ്രദേശിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് പള്ളിക്കടിയിൽ ശിവലിംഗം തിരയണ്ട എന്ന് മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നതിനെ കളിയാക്കുന്ന ആൾക്കാർ ഇതൊന്ന് കേൾക്കണം. മധ്യപ്രദേശിൽ ഒരു ശിവലിംഗത്തിൻ്റെ മേൽ വഖഫ് ബോർഡ് ഇപ്പോൾ അവകാശം ഉന്നയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. മധ്യപ്രദേശിലെ റെയ്സൻ ജില്ലയിലെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു ഗ്രാമം പൂർണ്ണമായും വഖഫ് ബോർഡ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. പോരാത്തതിന് അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട് പ്രശസ്തമായ. ആ ശിവക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് മേൽ പോലും ഇപ്പോൾ വഖഫ് ബോർഡ് വലിയ രീതിയിലുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം ഗ്രാമത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ശിവലിംഗവും വഖഫ് ബോർഡ് അവകാശപ്പെട്ടതാണ് ഏവരെയും ഞെട്ടിക്കുന്നത് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. റെയ്സനിലെ മഖാനി ഗ്രാമത്തിലെ താമസക്കാർക്ക് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചതായും അതിൽ അവർ താമസിക്കുന്ന ഭൂമി യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിൻ്റേതാണെന്നും അവർ അത് ഒഴിയേണ്ടി വരുമെന്നും ബോർഡ് നിലവിൽ അവരെ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഗ്രാമവാസികളെല്ലാം തന്നെ ആശങ്കയിലാണ്. വഖഫ് ബോർഡ് അയച്ച നോട്ടീസിൽ ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ശ്മശാന ഭൂമിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വഖഫിൻ്റേതായിരുന്നു, ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്നും അവർ പറയുന്നുണ്ട്. വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ച സ്വത്തുക്കളിൽ ഹിന്ദു വീടുകളുണ്ട്, ഭൂമിയുണ്ട്, സംഭരണ കേന്ദ്രങ്ങളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്, ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും ഉൾപ്പെടുന്നു. സ്ഥലം വിട്ടു നൽകിയില്ലെങ്കിൽ നടപടിയെടുക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം പ്രസ്തുത ഭൂമി വഖഫിൻ്റേതാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു തെളിവും തന്നെ വഖഫിന് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല. അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ വഖഫ് നിയമം അങ്ങനെയാണ്. അതായത് വഖഫ് ഒരു ഭൂമിയുടെ മേൽ അവകാശം ഉന്നയിച്ചാൽ വഖഫിന് അത് ഞങ്ങളുടേതാണെന്ന് തെളിയിക്കാൻ ഒരു രേഖകളും കൊണ്ടുവരണ്ട. എന്നാൽ ഈ ഭൂമി ഞങ്ങളുടേതാണെന്ന് തെളിയിക്കാൻ ആ ഭൂമിയുടെ ഉടമസ്ഥൻ രേഖകളായി വഖഫിൻ്റെ ട്രിബ്യൂണലിൽ പോകണം. ഹൈക്കോടതിയിൽ പോയാൽ പറ്റില്ല, ട്രിബ്യൂണലിൽ പോകണം. ആ രേഖ കണ്ടിട്ടും വഖഫിൻ്റെ ട്രിബ്യൂണൽ ഇത് നിങ്ങളുടെ ഭൂമിയല്ല വഖഫിൻ്റേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ആ ഭൂമി വഖഫിൻ്റേതാകും, രേഖ സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും. എന്തായാലും 3 ഏക്കർ ഭൂമിയാണ് വഖഫ് ഇപ്പോൾ മധ്യപ്രദേശിലെ ഈ ഗ്രാമത്തിൽ സ്വന്തമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഗ്രാമത്തിലെ 3 ഏക്കർ ഭൂമി വഖഫ് ബോർഡിൻ്റെ സ്വന്തമാക്കാനാണ് വഖഫ് ബോർഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ റവന്യൂ വകുപ്പിൻ്റെ രേഖകളിൽ ഈ ഭൂമി സർക്കാർ സ്വത്തായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഉത്തർപ്രദേശിലൊക്കെ യോഗി ആദിത്യനാഥ് നടപടിയെടുക്കുമ്പോൾ, വഖഫിനെതിരെ നടപടിയെടുക്കുമ്പോൾ നമ്മൾ തന്നെ കൊടുത്തിട്ടുള്ള വാർത്തയാണ്. അതായത് സർക്കാർ ഭൂമി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭൂമി സർക്കാർ ഭൂമിയാണെന്ന് മനസ്സിലാക്കി ആ ഭൂമിയുടെ മേൽ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പ്രവണതയാണ് വഖഫ് ബോർഡിനുള്ളത്. കാരണം സർക്കാർ ഭൂമി അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരുമായിട്ടുള്ള ഒരു ക്ലാഷിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി ഞങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് വഖഫ് ബോർഡിനുള്ളത്. എന്തായാലും ഈ ഗ്രാമം ഖാദർ ഖാൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നും അദ്ദേഹം ഈ ഭൂമി വഖഫിന് ദാനം ചെയ്തിട്ടുള്ളതാണെന്നുമാണ് വഖഫ് പറയുന്നത്. അതേസമയം വഖഫ് ബോർഡിൻ്റെ ഈ ഏകപക്ഷീയതയിലെ ഗ്രാമത്തിലെ ഹിന്ദുക്കൾ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. നിരവധി തലമുറകളായി തങ്ങൾ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നു. ഈ ഗ്രാമത്തിൽ ഒരു ഖാദർ ഖാനും താമസിച്ചിട്ടില്ലെന്നും അവർ പറയുന്നുണ്ട്. വഖഫ് ബോർഡിൻ്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ ഞങ്ങൾ പോരാടും എന്നാണ് അവർ ഇപ്പോൾ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. വഖഫ് ബോർഡ് എന്നാൽ അതിൻ്റെ ഏകപക്ഷീയതയിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്നുള്ള കാര്യത്തിൽ പിടിച്ച പിടിയിൽ നിൽക്കുകയാണ് വഖഫ് ബോർഡ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.